ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. എന്താ പരിപാടി? ഇവിടെ ചായ ഇടാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇന്ന് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി കോഫി കുടിച്ചിട്ട്. അപ്പം ഇത് ഡിന്നർ പ്രിപ്പറേഷനാണ്. ഇന്ന് രാവിലെ 11:45 ഞാൻ ചോറ് കഴിച്ചു. അപ്പോഴാണെങ്കിൽ എനിക്ക് എളുപ്പം വിശക്കുന്നുണ്ട്. അതുമല്ല, അത് ഞാനിപ്പോൾ വെയിറ്റ് ലോസ് ജേർണിയിലാണ്. അപ്പം നമ്മൾ ഒരു ഡിന്നർ 6 or 7 ഇടയ്ക്ക് കഴിച്ചാൽ നമുക്ക് എക്സസൈസ് ചെയ്യാതെ വർക്കൗട്ട് ചെയ്യാതെ പട്ടിണിക്കിരിക്കാതെ തന്നെ നല്ല ഒരു വെയിറ്റ് ലോസ് നമുക്ക് വിസിബിളാവും. അതിൽ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 6 to 7 മുമ്പേ നമ്മുടെ ഡിന്നർ കഴിക്കുക. അപ്പം ഞാനിനി ഡിന്നർ കഴിക്കാനുള്ള പരിപാടിയിലാണ്. അതിനുവേണ്ടി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിയാണ് ഇന്നത്തെ ഡിന്നർ. അപ്പം അതിന് കറിയായിട്ട് എഗ് ബുർജിയാണ് ഉണ്ടാക്കുന്നത്. എഗ് ബുർജി നിങ്ങൾക്ക് റെസിപ്പി അറിയാമായിരിക്കും, എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഒരു പാനിൽ എണ്ണ എടുത്തിട്ട് സവാളയും തക്കാളിയും കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച് അതിലിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. ഞാൻ ഇടട്ടെ. അപ്പം ഞാനിതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു ഓൾറെഡി. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഗരം മസാല ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്ത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട്, ഞാനിതിൽ ഇനിയിപ്പം 6 മുട്ടയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒരു 3 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഇതിനൊന്ന് നന്നായിട്ട് മഷി പോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല മഷി പോലെ വെന്തിട്ടുണ്ട്. ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഉപ്പ് ഇടണ്ട. ഇനി മുട്ട മാത്രം ചേർത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യണം. 6 മുട്ട ഞാൻ പൊട്ടിച്ചു വച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാമേ. നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്യണം. ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്യണം. ലാസ്റ്റ് റിസൾട്ട് കാണിച്ചു തരാമേ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് റിസൾട്ട്. എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട്, മല്ലിയിലയും ഇട്ടിട്ടുണ്ട്. അതോടെ നമ്മുടെ റെസിപ്പി റെഡിയാവും. ഇത് ചപ്പാത്തിയുടെ കൂടെ അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിനി ചായയും കുടിച്ച് ചപ്പാത്തിയും കഴിച്ച് എൻ്റെ ഡിന്നർ ഫിനിഷ് ചെയ്യാൻ പോവാണ്. അങ്ങനെ 6 to 7 ഇടയ്ക്ക് ഡിന്നർ കഴിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ. ബൈ.